ഞാൻ പ്രേംചന്ദ് ഒരു 35 വർഷം കോഴിക്കോട് മാതൃഭൂമിയിൽ ഒരു ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം ജോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ, ജോൺ അബ്രഹാം എന്ന് പറയുന്നൊരു കോഴിക്കോട്ട് നിന്ന് മരിച്ചുപോയ ഒരു ഡയറക്ടറുടെ ഓർമ്മക്ക് ജോൺ എന്ന് പറയുന്നൊരു സിനിമ ചെയ്തു. ഒരു നോവൽ എഴുതി, പാതാളക്കരണ്ടി എന്ന് പറഞ്ഞിട്ട്. ഇപ്പം കഴിഞ്ഞ മാസം നിയമസഭാ ബുക്ക് ഫെസ്റ്റിവലിൽ എൻ്റെ ഒരു കൂട്ടം ഓർമ്മകളുടെ ഒരു സമാഹാരം എന്നുള്ള നിലക്ക് കാലാന്തരം എന്നുള്ളൊരു പുസ്തകം മാധ്യമം ആണ് പുറത്തിറക്കിയത്. സാവിത്രി രാജീവൻ തിരുവനന്തപുരത്ത് നിയമസഭാ ബുക്ക് ഫെസ്റ്റിവലിൻ്റെ അത് പ്രകാശനം ചെയ്തു. ഈ പുസ്തകത്തെക്കുറിച്ചാണ് ചില ഓർമ്മകൾ ഇവിടെ ഞാൻ പങ്കുവെക്കുന്നത്. ഒരു വർഷത്തോളം മാധ്യമം ആഴ്ചപ്പതിപ്പിൽ ഞാൻ കടന്നുപോയ ഒരു 10-40 അല്ലെങ്കിൽ ഒരു 50 വർഷത്തെ ഒരു പൊളിറ്റിക്കൽ ജേണി, കൾച്ചറൽ പൊളിറ്റിക്കൽ ജേണി ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു റീസണിങ്, അതിൻ്റെ ഒരു കാരണം ആയിട്ട് പറയാനുള്ളത്, പൊതുവിൽ കേരളത്തിലെ ജേർണലിസ്റ്റുകൾ ലോകത്തിലുള്ള എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ചിട്ട് മാതൃഭൂമിയുടെ 35 വർഷം ജേർണലിസ്റ്റ് എന്നുള്ള നിലക്കുള്ള എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്, അത്രയധികം വാസ്റ്റായിട്ടുള്ള സബ്ജക്റ്റുകൾ ജേർണലിസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ തൊഴിലിടവുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകൾ പങ്കുവെക്കാൻ ഉള്ള ഒരു വിമുഖത ജേർണലിസ്റ്റുകൾക്ക് വളരെ കഠിനമായിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് പറ്റിയിട്ടുള്ള ഒരു ആലോചനയാണ് ഒരർത്ഥത്തിൽ കാലാന്തരം എന്ന് പറയുന്നത്.